പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വരുന്ന 23-ാം തീയതി SSLCയിലെ സോഷ്യൽ സയൻസ് പരീക്ഷ നടക്കുകയാണ്. സോഷ്യൽ സയൻസ് പരീക്ഷ വളരെ നല്ല രീതിയിൽ അതിൽ പങ്കെടുത്ത് വൻ വിജയം നേടാൻ ഏറ്റവും ഉയർന്ന ഗ്രേഡോടുകൂടി SSLC പരീക്ഷ വിജയിക്കാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ വരുന്ന പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായി ഈ രീതിയിൽ ഈ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഒരു ചോദ്യശേഖരം തയ്യാറാക്കി അവതരിപ്പിക്കാറും അത് ആ രീതിയിൽ മോഡൽ പരീക്ഷയിലെ ചോദ്യങ്ങളും ഈ സാധ്യതാ ചോദ്യങ്ങളും ഒക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിച്ച് ധാരാളം പേർ A+ വരെ നേടിയെടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ്, ആ ഒരു അനുഭവ അടിസ്ഥാനത്തിലാണ് ഈ വർഷവും ഈ ഒരു സാധ്യതാ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സാധ്യതാ ചോദ്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സാധ്യതാ ചോദ്യങ്ങൾ സോഷ്യൽ സയൻസ് 1-ലെ ചാപ്റ്റർ വൈസ് ആണ്. അതായത് 1-ാമത്തെ അധ്യായം, പിന്നീട് 2-ാമത്തെ അധ്യായം, ആ ക്രമത്തിലാണുള്ളത്. അപ്പോൾ ഈ സാധ്യതാ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഓരോരുത്തരും ആ അധ്യായം ഒരാവർത്തി ഒന്ന് മറിച്ച് നോക്കുകയും പിന്നീട് ഈ ചോദ്യ പട്ടിക ശ്രദ്ധിക്കുകയും ചെയ്യുന്ന രീതിയിൽ ആയിരിക്കണം ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിലെ ചോദ്യങ്ങൾ, 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉള്ള ചില അധ്യായങ്ങളിൽ നിന്ന് 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ഒരു രീതിയിലാണ് ഓരോ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളുള്ള അധ്യായങ്ങളിൽ നിന്ന് 1 മാർക്കും 2 മാർക്കുമുള്ള പാഠങ്ങളിൽ നിന്ന് ആ രീതിയിലുള്ള ചോദ്യങ്ങൾ, അങ്ങനെ സാധ്യതാ ചോദ്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുമ്പോൾ 1 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങളെല്ലാം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേസമയത്ത് 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്കിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ നിങ്ങൾ അത് പരിഗണിക്കുമ്പോൾ ഏറ്റവും ഒന്നാമത് കൊടുത്ത ചോദ്യത്തിന് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ട് പരമാവധി ചോദ്യങ്ങൾ, സാധിക്കുമെങ്കിൽ മുഴുവൻ ചോദ്യങ്ങളും തന്നെ നിങ്ങൾ പഠിച്ച് എടുക്കാനുള്ള ഒരു ശ്രമമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. ഈ വീഡിയോയിൽ ഈ PDF-ലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം മാത്രമാണ് നടത്തുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിലേക്ക് ഒന്ന് കവർ ചെയ്ത് പോവുകയാണ്. അതിനൊരു ആമുഖം, നിങ്ങൾക്ക് ഈ PDF ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഒരു ആമുഖം എന്ന രീതിയിലാണ് ഈ വീഡിയോ ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, ഈ PDF നിങ്ങൾ കൃത്യമായി ആ PDF-ലൂടെ ചോദ്യങ്ങളിലൂടെ കടന്നുപോയി അത് പരമാവധി ചോദ്യങ്ങളല്ല, ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ ഹൃദിസ്ഥമാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഈ മോഡൽ പരീക്ഷയിൽ വന്ന ചില ചോദ്യങ്ങളൊക്കെ ആവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് മോഡൽ പരീക്ഷയിൽ വന്ന ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായി തന്നെ പഠിക്കുക. അതോടൊപ്പം ഇവിടെ കൊടുക്കുന്ന സാധ്യതാ ചോദ്യങ്ങളും നിങ്ങൾ പരിഗണിക്കുക. നേരത്തെ നിങ്ങൾ നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ പരീക്ഷ നല്ല രീതിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ. ഏറ്റവും ഉയർന്ന A+ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ PDF-ലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ 1-ാമത്തെ അധ്യായം, സോഷ്യൽ സയൻസ് 1-ലെ 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മുടെ ഈ മോഡൽ പരീക്ഷയ്ക്ക് വന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ ഒരു മാർക്കിൻ്റെ ചോദ്യം, പിന്നീട് ഒരു 5 മാർക്കിൻ്റെ ചോദ്യമുണ്ട്. അപ്പോൾ 1-ാമത്തെ ചോദ്യത്തിൻ്റെ അതേ ടൈപ്പ് ഒരു ചോദ്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഡൊണാറ്റല്ലോ മധ്യകാല ഗോതിക് ശൈലിയിൽ നിന്നും ശില്പകലയെ മോചിപ്പിച്ചു, ഏതാണ് അദ്ദേഹത്തിനോട് യോജിച്ചത് എന്നാണ്. ഇവിടെ ഓപ്ഷൻസ് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. 3 ശരികൾ ഉണ്ട്, ഏതോ 3 എണ്ണം ശരികളാണ്. അപ്പോൾ 1 തെറ്റുള്ളത്. ആ ഒരെണ്ണം ഏതാണെന്ന് ഒന്ന് തിരിച്ചറിയാൻ ഇവിടെ വേണ്ടത്. നമുക്കിതിൽ 1, 2, 3, 4 ഒന്ന് വായിച്ചു നോക്കിയാൽ, മധ്യകാല ഗോതിക് ശൈലിയിൽ നിന്നും ശില്പകലയെ മോചിപ്പിച്ചു, ഒരു കാലിൽ തൻ്റെ ശരീരഭാരം പൂർണ്ണമായും താങ്ങുന്ന കൗമാരക്കാരനെ ദാവീദ് എന്ന ശില്പത്തിലൂടെ അവതരിപ്പിച്ചു, പിയറ്റ
depicting Virgin Mary holding the body of Christ on her lap made him immortal. His majestic sculpture named Gatha Malata, a soldier sitting on horseback, is famous. അപ്പം ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉള്ളതിൽ ഒന്നിങ്ങനെ മുന്നോട്ട് പോയാൽ മനസ്സിലാവും. ഇതിൽ മൈക്കൽ ആഞ്ചലോയുടെ ശില്പമാണ് പിയത്ത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ 3 ശരി അല്ലാത്തത്. അതുകൊണ്ട് 1, 3, 4 ശരി. PDF-ലെ 1 വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കീ ഈ PDF-ൻ്റെ അവസാന ഭാഗത്ത് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ശരി ഉത്തരം സംശയമുണ്ടെങ്കിൽ അതിലേക്ക് നോക്കി ഉറപ്പുവരുത്താവുന്നതാണ്. മറ്റ് ചോദ്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിങ്ങനെ ഓടിച്ചു പോവുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. നവോത്ഥാന ചിത്രകലയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കാണാം. നവോത്ഥാന സാഹിത്യം, അതേപോലെ തന്നെ നവോത്ഥാന ചരിത്രരചന, പാപവിമോചന പത്രം, അതിനെക്കുറിച്ചുള്ള 4 സ്റ്റേറ്റ്മെൻറ്റുകൾ, ഈ രീതിയിൽ ഉള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ദെൻ 5 മാർക്കിൻ്റെ ചോദ്യമാണ്. 5 മാർക്കിൻ്റെ ഈ അധ്യായത്തിൽ നിന്ന് വന്നത് 30ാമത്തെ ചോദ്യമായിരുന്നു. 30ാമത്തെ ചോദ്യം നിങ്ങൾക്കറിയാം, അത് ചിത്രകലയുമായി ബന്ധപ്പെട്ട്, നവോത്ഥാന കാലത്തെ ചിത്രകലയുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. ഇവിടെ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇവിടെ കാണാം. അനലൈസ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി റിനൈസൻസ് ഓൺ ഹിസ്റ്ററിയോഗ്രഫി. ചരിത്രരചനയിൽ നവോത്ഥാനം വരുത്തിയ സ്വാധീനം വിശകലനം ചെയ്യുക. ചരിത്രരചനയിൽ എന്താണ് നവോത്ഥാന കാലത്തുണ്ടായിരുന്ന പ്രത്യേകതകൾ? ചരിത്രരചനയിൽ നവോത്ഥാന കാലത്ത് നമുക്കറിയാം, നവോത്ഥാന കാലത്തിൻ്റെ പൊതുവായ സവിശേഷത എന്ന് പറയുന്നത് തന്നെ മാനവിക രീതി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ചരിത്രരചനയിലൊക്കെ ആ മാനവികതയുടെ ഒരു സ്വാധീനം കാണാം. നേരത്തെ അതീന്ദ്രിയ ശക്തികൾ സൃഷ്ടിച്ചതാണ് ചരിത്രം എന്ന രീതിയിൽ നിന്ന് മാറി മാനവികതക്ക്, മനുഷ്യ സൃഷ്ടിപ്പിന് മുൻഗണന കൊടുക്കുന്ന ഒരവസ്ഥയാണ് വന്നിട്ടുള്ളത്. മറ്റ് പോയിന്റുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതിന് ഉത്തരങ്ങളിലേക്ക് പോവുക. മറ്റ് ചോദ്യങ്ങളും കൂടി ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോകാം. 2ാമത്തെ അധ്യായം, സോഷ്യൽ സയൻസ് 1-ലെ 2ാമത്തെ അധ്യായമാണ്. 2ാമത്തെ അധ്യായത്തിൽ 4 മാർക്കിൻ്റെ ചോദ്യമാണ്. 4 മാർക്കിൻ്റെ ചോദ്യം, ഒരു 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഇവിടെ പരീക്ഷയ്ക്ക് ഈ അധ്യായത്തിൽ നിന്ന് വന്ന ചോദ്യം ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് ഫ്രഞ്ച് വിപ്ലവത്തിലെ 2 ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള 2 ചോദ്യങ്ങൾ അതിൽ വന്നിരുന്നു. ഇവിടെ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. ഫ്രാൻസിൽ നിലനിന്ന സ്വേച്ഛാധിപത്യ ഭരണക്രമമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രധാന കാരണമായത്. പ്രസ്താവന സാധൂകരിക്കുക. ചോദ്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ചോദ്യങ്ങൾ, പ്രത്യേകിച്ചും നമുക്ക് ആദ്യ സമയം കൂൾ ഓഫ് ടൈമിലൊക്കെ ചോദ്യങ്ങൾ കൃത്യമായി വായിച്ച് എന്താണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കാനും എന്ത് ഉത്തരമാണ് അവിടെ നൽകേണ്ടതെന്ന് എന്നുള്ളതിൻ്റെ ഒരു രൂപം നിങ്ങളുടെ മനസ്സിൽ കണ്ടുവെക്കാനും ഒക്കെ ആ സമയം ശരിക്കും ഉപയോഗപ്പെടുത്തണം. ഇവിടെ ഫ്രാൻസിൽ നിലനിന്ന സ്വേച്ഛാധിപത്യ ഭരണക്രമമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രധാന കാരണമായത്. അപ്പോൾ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ പറയേണ്ടത്. അപ്പോൾ ഫ്രാൻസിൽ നിന്ന ഭരണകൂടം ബൂർബൺ രാജവംശമാണ്. ബൂർബൺ രാജവംശത്തിൻ്റെ സ്വേച്ഛാധിപത്യപരമായ നടപടികൾ, സുഖലോലഭന്മാരായി ഒരു ഭരണം നടത്തിയതും അവർ ആരൊക്കെയായിരുന്നു? ലൂയി 14-ാമൻ, ലൂയി 15-ാമൻ, ലൂയി 16-ാമൻ. ലൂയി 16-ാമൻ്റെ കാലത്താണ് ഫ്രാൻസിൽ വിപ്ലവം ഉണ്ടാകുന്നത്. അപ്പോൾ ആ രീതിയിൽ ലൂയി 14-ാമൻ പറഞ്ഞ കാര്യങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. അടുത്ത ചോദ്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. 7 ചോദ്യങ്ങൾ ഇവിടെ ആകെ നൽകിയിട്ടുണ്ട്. ഈ ചോദ്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 3ാമത്തെ അധ്യായം. 3ാമത്തെ അധ്യായത്തിൽ 2 മാർക്കിൻ്റെ മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ആ 2 മാർക്കിൻ്റെ ചോദ്യം എന്തായിരുന്നു? വാർപ്പ് മാതൃകകളെ കുറിച്ചായിരുന്നു പരീക്ഷയ്ക്ക് വന്ന ചോദ്യം. ഇവിടെ ചോദ്യം കാണാം. സാമാന്യ ബോധജ്ഞാനം എന്നാൽ എന്ത്? സാമാന്യ ബോധജ്ഞാനം എന്നാൽ എന്ത്? ഉദാഹരണ സഹിതം വിശദമാക്കുക. അപ്പോൾ സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നത് എന്ത് എന്നും അതിനൊരു ഉദാഹരണവുമാണ് ഇവിടെ വേണ്ടത്. വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ വ്യക്തികൾ ലോകത്തെക്കുറിച്ച് നേടുന്ന
അടിസ്ഥാന ദൈനംദിന ധാരണ, അതിനാണ് സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, അതിൻ്റെ ഉദാഹരണമായിട്ട് 2-3 കാര്യങ്ങളോട് കൊടുത്തിരുന്നു. വളരെ സിമ്പിളായി സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നുള്ളത് നമുക്ക് ജിയോഗ്രഫി ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി അറിയാം സൂര്യൻ കിഴക്കുദിക്കുകയാണോ എന്നുള്ളത്. അപ്പോൾ സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നുള്ളത് ഒരു സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ ഉദാഹരണമായി കൊടുക്കാവുന്നതാണ്. ഈ രൂപത്തിൽ അവിടെ ഉത്തരങ്ങളിലേക്ക് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഒരു കാര്യം കൂടി ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് സൂചിപ്പിക്കാനുള്ളത്, ചോദ്യങ്ങൾക്ക് എത്ര മാർക്കാണോ അതിനടിസ്ഥാനമാക്കി വളരെ നീട്ടിപ്പരത്തി എഴുതാതെ, ചില ചോദ്യങ്ങളൊക്കെ കണ്ടാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷേ ഒരുപാട് നീട്ടിപ്പരത്തി എഴുതിയാൽ അവസാനം ചിലപ്പോൾ സമയം തികയാതെ വരുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ചുരുക്കി എഴുതുക എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവണം. ഇവിടെ 2ാമത്തെ ചോദ്യം കഴിഞ്ഞതിന് ശേഷം ഒരു ഹെഡിങ് നിങ്ങൾക്ക് കാണാം, സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് 3ാമത്തെ ചോദ്യമുള്ളത്. സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നു എന്നത് സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഉദാഹരണ സഹിതം വിശദീകരിക്കുക. അപ്പോൾ മറ്റ് പ്രത്യേകതകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളും കൂടി ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ഇതൊരു ഉദാഹരണം മാത്രമാണ് എന്ന രീതിയിൽ ഇതിനെ കണ്ടുകൊണ്ട് ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുക. അതേപോലെ തന്നെ സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ പരിമിതികൾ 5 പരിമിതികൾ ആകെയുണ്ട്. അതിൽ ഒരു പരിമിതിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മറ്റു പരിമിതികളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അധ്യായം 4ലേക്ക് പോകുമ്പോൾ 4ാമത്തെ അധ്യായത്തിൽ നിന്ന് 2 മാർക്കിൻ്റെ ഒരു ചോദ്യവും 3 മാർക്കിൻ്റെ ഒരു ചോദ്യവുമാണ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 2 or 3 മാർക്കിന് വരാവുന്ന ചോദ്യങ്ങൾ ഇവിടെ മൊത്തത്തിൽ 7 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. 1ാമത്തെ ചോദ്യം നോക്കാം. 15ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങളെ സമുദ്ര പര്യവേക്ഷണ യാത്രകൾക്ക് സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? വാട്ട് വർ ദി ഫാക്ടേഴ്സ് ദാറ്റ് എൻകറേജ്ഡ് ആൻഡ് അസിസ്റ്റഡ് യൂറോപ്യൻ കൺട്രീസ് ഇൻ മാരിടൈം എക്സ്പ്ലോറേഷൻസ് ഡ്യൂറിംഗ് ദി 15th century? അപ്പോൾ സമുദ്ര പര്യവേക്ഷണ യാത്രകൾക്ക് യൂറോപ്യന്മാരെ സഹായിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകം അവർക്കുണ്ടായിരുന്നത് അറ്റ്ലാന്റിക് സമുദ്ര തീരത്താണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാധ്യതയാണ് 1ാമതായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വളരെ പോയിന്റുകളായിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം. വലിയ കപ്പലുകൾ കണ്ടെത്തിയത്, അതുപോലെ തന്നെ ദിശ കണ്ടെത്താൻ പറ്റിയ ഉപകരണങ്ങൾ കണ്ടെത്തിയത്, അത്തരം കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഇവിടെ 2 മാർക്കിനോ ആണെങ്കിൽ ആ രീതിയിൽ, 3 മാർക്കിനാണെങ്കിൽ ആ രീതിയിൽ ഉത്തരങ്ങൾ എഴുതേണ്ടതുണ്ട്. മറ്റ് ചോദ്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അടുത്ത 3 മാർക്കിന് തന്നെ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ കൂടി പ്രത്യേകമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ വ്യവസായങ്ങൾ ആരംഭിക്കാൻ കാരണമായത് ഇംഗ്ലീഷ് കമ്പനികളുടെ സാമ്പത്തിക രംഗത്തെ ശാസ്ത്രീയ നടപടികളാണ്. ഇംഗ്ലീഷ് കമ്പനീസാണ് ഇംഗ്ലണ്ടിലുണ്ടായിരുന്നത്. അതേസമയത്ത് സ്പെയിനിലും പോർച്ചുഗലിലുമൊക്കെ രാജാക്കന്മാരുടെ നേതൃത്വത്തിലാണ് മറ്റ് കോളനി രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഉണ്ടായത്. അതേസമയത്ത് ഇംഗ്ലണ്ടിൽ സ്റ്റോക്ക് മാർക്കറ്റ് കമ്പനികളാണ്. അപ്പോൾ ഈ കമ്പനികളായതുകൊണ്ട് തന്നെ അവർ കിട്ടുന്ന പണം വീണ്ടും അവരുടെ കൂടുതൽ അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി ചെലവഴിച്ചു. അതേസമയത്ത് മറ്റു പ്രദേശങ്ങളിൽ, സ്പെയിൻ പോർച്ചുഗൽ പോലുള്ള രാജ്യങ്ങളിൽ രാജാക്കന്മാർ അവർ കിട്ടുന്ന പണം ധൂർത്തടിക്കാൻ വേണ്ടി ചെലവഴിച്ചു. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വിശദമായി നിങ്ങൾ ഉത്തരങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ നമുക്ക് അടുത്ത ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. 5ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. 5ാമത്തെ അധ്യായം 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് 5ാമത്തെ അധ്യായത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ, പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി. അപ്പോൾ അതിൽ നിന്ന് വരാവുന്ന ചോദ്യത്തിൽ 1ാമത്തെ ചോദ്യം തന്നെ കാണാം. പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ്. പൊതുജനാഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്ന ഏജൻസികൾ എന്ന് പറയുമ്പോൾ ആ ഏജൻസികളിൽ പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഹിക്കുന്ന സ്വാധീനം വിശദമാക്കുക. ആ രീതിയിലാണ് ഇവിടെ 1ാമത്തെ ചോദ്യം നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ നിർവഹിക്കുന്ന പങ്കെന്ത്? അറിവ് രൂപപ്പെടുത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അതേപോലെ തന്നെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ചൊക്കെ ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ കഴിയുന്നു. അതേപോലെ നമ്മുടെ സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള കഴിവ് നേടിയെടുക്കുന്നു തുടങ്ങി അതുപോലെ നേതൃത്വ ഗുണം വളർത്തുന്ന പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടക്കുന്നതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ഉത്തരങ്ങൾ എഴുതാവുന്നതാണ്.
മറ്റൊരു ഹെഡിങ്ങുകൾ കൂടി കാണാം. നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം ഹെഡിങ്ങുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതമാകുന്ന ഘടകങ്ങൾ. അപ്പോൾ ഇത് ഒരു ചോദ്യമല്ല, അത് ആ മൂന്നാമത്തെ ചോദ്യവും ഒന്നാമത്തെ ചോദ്യവും ഒരു ഉദാഹരണമാണ്. അവിടെ വേറെയും ചോദ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരങ്ങൾ കണ്ടെത്തുക. 6-ാമത്തെ അധ്യായത്തിൽ നിന്ന് 6 മാർക്കിനാണ് പരീക്ഷയ്ക്ക് വരും എന്ന് നേരത്തെ നമ്മൾ അറിയിച്ചിരുന്നത്. പക്ഷേ 11 മാർക്കിന് പരീക്ഷയ്ക്ക് വന്ന ഒരു അധ്യായമാണ്. SS1 ഈ 6-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇന്ത്യാ ചരിത്രവുമായി ബന്ധപ്പെട്ട ഈ അധ്യായത്തിൽ നിന്ന് വന്നത് ചേരുംപടി ചേർക്കാനുള്ള ഒരു ചോദ്യമായിരുന്നു. കാലഗണനാക്രമത്തിലാക്കാൻ ഉള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ആ കാലഗണനാക്രമത്തിലാക്കാൻ ഉള്ള ആ ചോദ്യത്തിന് രീതിയിൽ ഉള്ള കുറേ സംഭവങ്ങൾ, സംഭവങ്ങൾ ആ രീതിയിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ അധ്യായത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കാലഗണനാക്രമത്തിൽ ആക്കാൻ വേണ്ടി വരാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെ ഒക്കെ നിങ്ങളൊന്ന് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, വായിച്ച് മനസ്സിലാക്കുക. ഉദാഹരണ ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാലഗണനാക്രമത്തിലാക്കുക: ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ബർദോളി പെസൻ സത്യാഗ്രഹ, ക്യാബിനറ്റ് മിഷൻ, ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അപ്പോൾ ഇതിലേതാണ് ആദ്യം നടന്നത്? നമുക്ക് ഇതിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യം നടന്ന ഏതാണ്? ആദ്യം നടന്നത് 1928 ബർദോളി സത്യാഗ്രഹമാണ്. പിന്നീട് ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930 ആണ്. അതേപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരം 1942 ആണ്. ക്യാബിനറ്റ് മിഷൻ 1946 ആണ്. ആ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരങ്ങൾ എഴുതുക. മറ്റ് കുറേ ചോദ്യങ്ങൾ ഇവിടെ വരാവുന്നതാണ്. ഇതിൽ നിന്ന് വേറെ അതല്ലാത്ത ചില ചോദ്യങ്ങൾ ഈ കാലഗണനാക്രമത്തിലാക്കുകയല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള 1-2 ചോദ്യങ്ങൾ കൂടി ഇവിടെ കാണാം. നിസ്സഹകരണ സമരത്തിൻ്റെ സമര രീതിയിൽ പെടാത്തതേത്? അവിടെ 2 എണ്ണമാണ് ഓപ്ഷനുകളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ 2 എണ്ണം ശരിയും 2 എണ്ണം തെറ്റുമാണ്. അപ്പോൾ പെടാത്തതാണ് ഇവിടെ വേണ്ടത്, തെറ്റായതാണ് വേണ്ടത്. നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെടാത്തത്. ഇവിടെ ഏതാണ് നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെടാത്തത്? സർക്കാർ ജോലികൾ രാജിവെക്കുക നിസ്സഹകരണ സമരത്തിൻ്റെ സവിശേഷതയായിരുന്നു, അല്ലേ? നിയമനിർമ്മാണ സഭകളെ പ്ലാറ്റ്ഫോം ഫോർ സ്ട്രഗിൾ ആക്കി മാറ്റുക, അത് സ്വരാജ് പാർട്ടിയുടെ നയമായിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോളിസി അല്ല. അതുകൊണ്ട് തന്നെ അതാണ് ഒരു തെറ്റായ ഐറ്റം. മറ്റൊന്ന് ഖാദി വസ്ത്രം ബഹിഷ്കരിക്കുക. ഖാദി വസ്ത്രം ബഹിഷ്കരിക്കുകയല്ല, വിദേശ വസ്ത്രങ്ങളാണ് ബഹിഷ്കരിച്ചിരുന്നത്. അപ്പോൾ അത് രണ്ടുമാണ് തെറ്റായ ജോഡികൾ. ഈ രീതിയിൽ ഉത്തരങ്ങളിലേക്ക് പോവാം. 2 മാർക്കിൻ്റെ ചോദ്യവും 3 മാർക്കിൻ്റെ ചോദ്യവും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2 മാർക്കിനോ 3 മാർക്കിനോ ആയിട്ട് വരാവുന്ന ഒരു ചോദ്യം ഇവിടെ ഒന്നാമതായിട്ട് കാണാം. 1929 ലാഹോർ കോൺഗ്രസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വഴിത്തിരിവായി കണക്കാക്കുന്നത് എന്തുകൊണ്ട്? വളരെ പ്രധാനപ്പെട്ട 3 തീരുമാനങ്ങൾ ലാഹോർ കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടുണ്ട്. ആ തീരുമാനങ്ങളാണ് ഇവിടെ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. ത്രിവർണ്ണ പതാക അംഗീകരിച്ചു, പൂർണ്ണ സ്വരാജ് ലക്ഷ്യമായി സ്വീകരിച്ചു, അതുപോലെ തന്നെ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഇവിടെ ഉത്തരം എഴുതേണ്ടത്. മറ്റ് ചോദ്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. മൊത്തത്തിൽ 14 ചോദ്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. 5 മാർക്കിന് വരാവുന്ന ചില ചോദ്യങ്ങളും കൂടി ഇവിടെ കാണാം. 7-ാമത്തെ അധ്യായം 4 മാർക്കിനാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. അതിൽ നിന്ന് 1 മാർക്കിൻ്റെ ഒരു ചോദ്യവും 3 മാർക്കിൻ്റെ ചോദ്യവുമാണ് ഉള്ളത്. ഇവിടെ 1 മാർക്കിൻ്റെ ചോദ്യം ചേരുംപടി ചേർക്കാനുള്ള, മാച്ച് ചെയ്യാനുള്ളതാണ് ഉണ്ടായിരുന്നത്. ആ രീതിയിൽ ചോദിക്കാവുന്ന കാര്യങ്ങളുടെ ഫാക്റ്റുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫാക്റ്റുകളിലൂടെ നിങ്ങൾ കടന്നുപോയി കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഉർവശി ഭൂട്ടാലിയ എഴുതിയ പുസ്തകമാണ് മൗനത്തിൻ്റെ മറുപുറം. എസ് കെ ധർ ഭാഷാ പ്രവിശ്യ കമ്മീഷനാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും സർദാർ വല്ലഭായ് പട്ടേൽ, വി പി മേനോൻ രണ്ടുപേരും നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും ലയനക്കരാറും ഒക്കെ രൂപീകരിച്ച ആളുകളാണ്. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കോളം പൂർത്തിയാക്കാനുള്ള ചോദ്യങ്ങൾ ഏതു വന്നാലും ഉത്തരമെഴുതാൻ തയ്യാറാവണം. അതോടൊപ്പം വരാവുന്ന ചേരുംപടി ചേർക്കാൻ വേണ്ടി വരാവുന്ന മറ്റൊന്നാണ് ഇരുമ്പുരുക്ക് വ്യവസായശാലകളുടെ പട്ടിക. 4 ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ, ഭിലായ്, ബൊക്കാറോ, ദുർഗാപൂർ. അപ്പോൾ ആ 4 റൂർക്കേല, ഈ 4 വ്യവസായശാലകളുമായി ബന്ധപ്പെട്ട് കോളം പൂർത്തിയാക്കാൻ ചോദ്യം വരാം. പേജ് നമ്പർ 141 നോക്കി കൃത്യമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ, 3 വിദ്യാഭ്യാസ കമ്മീഷനുകൾ, അതിനോട് മറ്റെന്തെങ്കിലും ഒരു ഐറ്റം കൂടി ചേർത്തുകൊണ്ട് വരാവുന്നതാണ്.
പേജ് നമ്പർ 143. 3 മാർക്കിന് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങൾ. ഭക്ഷ്യോൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത നേടാൻ ഇന്ത്യ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം നമുക്കറിയാം, നമുക്ക് ഇന്ത്യയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടാൻ വേണ്ടി കാർഷിക മേഖലയിലെ പുരോഗതിക്ക് വേണ്ടി നടത്തിയ വ്യത്യസ്തങ്ങളായ ധാരാളം പ്രവർത്തനങ്ങൾ, നല്ല ഇനം വിത്തുകൾ, വളങ്ങൾ, കീടനാശിനികൾ, അതേപോലെ തന്നെ കാർഷിക കോളേജുകൾ, അങ്ങനെ കാർഷിക മേഖലയിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നടപ്പിലാക്കിയ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ, അതിലൂടെ കാർഷിക മേഖലയിലുണ്ടായ പുരോഗതി, അതാണ് ഇവിടെ ഉൾപ്പെടുത്തി ഉത്തരം രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് 8ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. സോഷ്യൽ സയൻസ് 1-ലെ 8ാമത്തെ അധ്യായത്തിൽ നിന്ന് ആകെ 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 1 മാർക്കിൻ്റെ ചോദ്യം, 2 മാർക്കിൻ്റെ ചോദ്യം, പിന്നെ 3 മാർക്കിൻ്റെ ഒരു ചോദ്യം. ഈ രീതിയിൽ 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ടോട്ടലി ഉള്ളത്. 1 മാർക്കിൻ്റെ ചോദ്യം ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതേ മാതൃകയിൽ വരാവുന്ന ഒരു ചോദ്യം ഇവിടെ നോക്കാം. ഏതു സംസ്ഥാനത്തിൽ നിന്ന് വേർപെട്ടാണ് ജാർഖണ്ഡ് ഉണ്ടായത്? ഫ്രം വിച്ച് സ്റ്റേറ്റ് വാസ് ജാർഖണ്ഡ് കാർവ്ഡ് ഔട്ട്? ഏതാണ് ശരി ഉത്തരം? യെസ്, ബീഹാറാണ്. ബീഹാറാണ് ശരിയായ ഉത്തരം. ആ രീതിയിൽ തെലങ്കാന സംസ്ഥാനം ഉണ്ടായത്, അവിടെ ഒരു കാര്യം നമുക്ക് ഓർത്തു വെക്കാവുന്നതാണ്. പോട്ടി ശ്രീരാമലു തെലുങ്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഓർക്കുന്നവർക്ക് വേണ്ടി സമരം ചെയ്തതൊക്കെ നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട്. അവിടെ എന്താണ്, ആന്ധ്രാപ്രദേശാണ് ശരിയായ ഉത്തരം. ഈ രീതിയിൽ മറ്റ് ചോദ്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. എല്ലാ ചോദ്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ശരി ഉത്തരം കണ്ടെത്തുക. കണ്ടെത്താൻ പ്രയാസമുണ്ടെങ്കിൽ യെസ്, PDF-ൻ്റെ അവസാന ഭാഗത്ത് നോക്കുക. ദെൻ 2 മാർക്കിൻ്റെ ചോദ്യം, ഇവിടെ ഹെഡിങ് കാണാം. 13ാമത്തെ ചോദ്യത്തിൻ്റെ മുകളിൽ ഹെഡിങ് ഉണ്ട്, ശ്രദ്ധിക്കണം. 13ാമത്തെ ചോദ്യം ഒരു ഉദാഹരണമാണ്. അവിടെ ഈ ചോദ്യങ്ങളല്ലാതെയും അവിടെ ചില മറ്റ് പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടും വരാവുന്നതാണ്. ഗവർണറുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് 16 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. 2 മാർക്കിനോ 3 മാർക്കിനോ വരാവുന്ന ചില ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപം കൊണ്ടത് എന്തിന്? നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി സംഭവങ്ങളുമായി ബന്ധപ്പെട്ട മേധാ പട്കറുടെ പ്രസ്ഥാനമാണ്. വിശദമായി നിങ്ങൾ നോക്കുക. അതോടൊപ്പം തന്നെ 11 ക്വസ്റ്റ്യൻസ് അവിടെ കാണാം. ചാപ്റ്റർ 9 നിന്ന് 3 മാർക്കിൻ്റെ ഒരു ചോദ്യം. SS1-ലെ അവസാനത്തെ അധ്യായമാണ്. ഉദാഹരണം ആയിട്ടുള്ള ചോദ്യം അവിടെ നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഗ്രാമങ്ങളും നഗരങ്ങളും പരസ്പര ആശ്രയത്വത്തോടെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പ്രസ്താവനയെ സാധൂകരിക്കുക. ഗ്രാമങ്ങൾ നഗരങ്ങളെയും നഗരങ്ങൾ ഗ്രാമങ്ങളെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് അവിടെ നൽകേണ്ടത്. വിശദമായി നിങ്ങൾ പഠിക്കുക. ദെൻ മറ്റു ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. സോഷ്യൽ സയൻസ് 2-ലേക്ക് പോകാം. സോഷ്യൽ സയൻസ് 2-ൽ 1ാമത്തെ അധ്യായത്തിൽ നിന്ന് ആകെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്കിൻ്റെ ഒരു ചോദ്യം, 5 മാർക്കിൻ്റെ ഒരു ചോദ്യം. അപ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യം ഏറ്റവും കുറഞ്ഞ മാർക്കും ഏറ്റവും കൂടിയ മാർക്കും ഓരോ ചോദ്യങ്ങളാണുള്ളത്. 1 മാർക്കിൻ്റെ ചോദ്യം ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ദൈനിക ശരാശരി താപനില, ഡെയിലി മീൻ ടെമ്പറേച്ചറാണ് അവിടെ കണ്ടെത്താനുണ്ടായിരുന്നത്. അതേസമയത്ത് നമുക്ക് അതേപോലെ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഇവിടെ കാണാം. 1ാമത്തെ ചോദ്യം, ഇഫ് ദി ടെമ്പറേച്ചർ അറ്റ് 4 കിലോമീറ്റർ അബോവ് എയർ സർഫസ് എന്നോ അല്ലെങ്കിൽ ഫ്രം ദി സീ ലെവൽ എന്നോ വരാം, ഈസ് 4.4 ഡിഗ്രി സെൽഷ്യസ്, വാട്ട് വിൽ ബി അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 5 കിലോമീറ്റർ? ഈ 1ാമത്തെ ചോദ്യം നോർമൽ ലാപ്സ് റേറ്റ്, ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ടതാണ്. ഓരോ കിലോമീറ്ററിനും 6.4 ഡിഗ്രി സെൽഷ്യസ് വീതം താപം കുറയുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ചോദ്യങ്ങളിൽ 4 കിലോമീറ്റർ ഉയരത്തിൽ 4.4 അതിൽ നിന്ന് 6.4 കുറക്കണമെങ്കിൽ ഗണിതത്തിൻ്റെ ചില നെഗറ്റീവിലേക്ക് പോകും. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓപ്ഷൻസിൽ ശരിയുത്തരം -2 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ദെൻ ഇവിടെ 2ാമത്തെ ചോദ്യം, ഒരു പ്രദേശത്ത് കേവല ആർദ്രത 60-ഉം അതും ഇതേപോലെ ചെയ്ത് കണ്ടെത്തേണ്ടതൊരു ചോദ്യമാണ്. 60/120 × 100 ആണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ 50% എന്നാണ് ശരി ഉത്തരം കിട്ടുക. ഓക്കെ, അതേപോലെ തന്നെ ഇതിൽ താഴേക്ക് പോയാൽ നേരത്തെ പറഞ്ഞതുപോലെ ഹെഡിങ് കാണാം, താപവ്യാപന പ്രക്രിയകൾ. 6ാമത്തെ ചോദ്യം, താപവ്യാപന പ്രക്രിയകൾ എന്താണ്? പ്രോസസ്സസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ
അത് 4 ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ പ്രോസസ്സുകളും എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളുടെ ഒരു എക്സാമ്പിൾ മാത്രമാണത്. യെസ്, ഇതേപോലെ മറ്റ് ചോദ്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ 10ാമത്തെ ചോദ്യത്തിൻ്റെ മുകളിൽ പട്ടിക 1, 2 ലോക്കൽ വിൻസ് പ്രാദേശികവാദങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. യൂറോപ്പിൽ ആൽപ്സ് പർവ്വത ചെരുവിൽ വീശുന്ന കാറ്റേതാണ്? അതേപോലെ തന്നെ സഹാറ മരുഭൂമിയിൽ വീശുന്ന കാറ്റേതാണ്? ഈ രീതിയിലൊക്കെ മറ്റ് ചോദ്യങ്ങളും ചോദിക്കാവുന്നതാണ്. ഘനീകരണ രൂപങ്ങൾ, ഫോംസ് ഓഫ് കണ്ടൻസേഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ 4 കാണാം. അതിൽ നേരത്തെ പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്ന രൂപമാണ് മേഘങ്ങൾ. അതേസമയത്ത് മറ്റ് രൂപങ്ങളും അതേപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. കാറ്റിൻ്റെ വേഗതയെയും ശക്തിയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതാണ്? ഘർഷണം, മർദ്ദച്ചരിവ്, പ്രഷർ ഗ്രേഡിയൻറ്റും ഫ്രിക്ഷനും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഉത്തരം എഴുതേണ്ടത്. ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ദെൻ 2ാമത്തെ അധ്യായത്തിൽ നിന്ന് 6 മാർക്കിൻ്റെ ചോദ്യമാണ്. 2 മാർക്കിൻ്റെ ഒരു ചോദ്യവും 4 മാർക്കിൻ്റെ ഒരു ചോദ്യവുമാണ്. അപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാവുന്ന ചോദ്യങ്ങൾ എക്സാമ്പിൾസ് വരെ കൊടുത്തിട്ടുണ്ട്. ഉഷ്ണമരുഭൂമികൾ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് കാണപ്പെടുന്നത്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആണ് ഇവിടെ എഴുതേണ്ടത്. അതിൻ്റെ കാരണമാണ് ഇവിടെ കണ്ടെത്തി എഴുതേണ്ടത്. നമ്മുടെ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള അവിടുത്തെ കാറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അവിടെ ഉത്തരം എഴുതേണ്ടതുണ്ട്. മറ്റ് ചോദ്യങ്ങളും അതേപോലെ വിശദമായി നോക്കുക. നിങ്ങൾ പരമാവധി ചോദ്യങ്ങൾ മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തി വെക്കുക. 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. 4 മാർക്കിൻ്റെ ചോദ്യം ഇവിടെ വരുന്നത് മാപ്പാണ്, ലേഔട്ട് മാപ്പാണ്. ലേഔട്ട് മാപ്പ്, വേൾഡിൻ്റെ ലേഔട്ട് മാപ്പിൽ ഭൂവിവരങ്ങൾ തിരിച്ചറിഞ്ഞ് അടയാളപ്പെടുത്തണം. ഐഡൻറ്റിഫൈ ചെയ്യും വേണം, മാർക്ക് ചെയ്യും വേണം. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു സംഗതി ചെയ്യേണ്ടതുണ്ട്, അടയാളപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ലേഔട്ട് മാപ്പ് വാങ്ങി ഇവിടെ മാർക്ക് ചെയ്ത് പഠിച്ച് എഴുതണം. മോഡൽ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് വരാവുന്ന ചോദ്യങ്ങൾ 6 ക്ലൈമറ്റ് റീജിയൻസുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ മാത്രമല്ല ഇതിൻ്റെയും ആൻസർ കീ കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ദെൻ 3ാമത്തെ അധ്യായം, അതിൽ നിന്നുണ്ട് 1 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാവുന്ന ചോദ്യങ്ങൾ ഒരുപാടൊന്നും ഇതിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല, എങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്ത ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. അധ്യായം കവർ ചെയ്തുകൊണ്ട് മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ വന്നാൽ കൂടി ഉത്തരം എഴുതാൻ തയ്യാറാവുക. ദെൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കൂടിയുള്ളൂ. ആകെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് 3ാമത് അധ്യായത്തിൽ നിന്ന് ഉള്ളത്. 2 മാർക്കിൻ്റെ ചോദ്യം ടണ്ട്ര കാലാവസ്ഥയിലെ നൈസർഗിക സസ്യജാലങ്ങൾ. വളരെ കുറഞ്ഞ സസ്യജാലങ്ങളാണ് ടണ്ട്ര മേഖലയിൽ നൈസർഗിക സസ്യജാലങ്ങളായിട്ടുള്ളത്. പായലുകൾ, ലൈക്കൺസ് ഒക്കെ പോലുള്ള ചില സസ്യങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ അത് വേനൽക്കാലത്താണ് അവിടെ ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അവിടെ എഴുതാവുന്നതാണ്. ദെൻ 4ാമത്തെ അധ്യായം 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണുള്ളത്. ഒരു ഉപഭോക്താവ് കബളിപ്പിക്കപ്പെട്ടാൽ പരാതി നൽകേണ്ടത് എവിടെ? പരാതി നൽകേണ്ടത് എവിടെയാണ്? ബന്ധപ്പെട്ട വകുപ്പിലോ അല്ലെങ്കിൽ ഉപഭോക്തൃ കോടതിയിലോ ആണ് പരാതി നൽകുന്നത്. ഉപഭോക്തൃ കോടതിയിൽ പരാതി നൽകുന്നതിന് ചെയ്യേണ്ട നടപടിക്രമമാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഉപഭോക്തൃ കോടതിയിൽ പരാതി കൊടുക്കുമ്പോൾ വെള്ള പേപ്പറിൽ എഴുതി നൽകാം. ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. ബന്ധപ്പെട്ട രേഖകളിൽ പ്രധാനപ്പെട്ടതാണ് ബില്ല്, അതേപോലെ ഗ്യാരണ്ടി സംഭവവുമായി ബന്ധപ്പെട്ടതൊക്കെ രേഖകളൊക്കെ ഹാജരാക്കാവുന്നതാണ്. ദെൻ 5ാമത്തെ അധ്യായം 5ാമത്തെ അധ്യായത്തിൽ നിന്ന് 6 മാർക്കിൻ്റെ മാർക്കുകളുടെ ചോദ്യങ്ങളുണ്ട്. 3 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ 3 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ വരാവുന്ന ചോദ്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ദെൻ 6ാമത്തെ അധ്യായം SS1 6ാമത്തെ അധ്യായത്തിലെ പോലെ തന്നെ SS2 6ാമത്തെ അധ്യായത്തിൽ നിന്നും 11 മാർക്കിൻ്റെ ചോദ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ആ രീതിയിൽ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 മാർക്കിൻ്റെ ഒരു ചോദ്യവും 4 മാർക്കിൻ്റെ ഒരു ചോദ്യവും 6 മാർക്കിൻ്റെ ഓപ്ഷൻ ചോദ്യങ്ങളിൽ 1 എന്നുള്ള രീതിയിലാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 മാർക്കിൻ്റെ ചോദ്യം ഇത് നോക്കൂ. ഭൗമചലനങ്ങൾ എന്നാൽ എന്ത്? ഭൗമചലനങ്ങൾ എങ്ങനെ തരംതിരിക്കാം? അവിടെ ചിത്രം 6.1 6ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ചിത്രം, ആ ചിത്രത്തെ ബേസ് ചെയ്തിട്ടുള്ള, അതായത് ചിത്രം എന്ന് എന്നാൽ ആ ഫ്ലോ ചാർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണിത്. ഭൗമചലനങ്ങൾ എന്നാൽ എന്ത്? ഭൂമിയിൽ ഉയർച്ച താഴ്ചകൾക്ക് കാരണമാകുന്ന ചലനങ്ങളാണ് ഭൗമചലനങ്ങൾ. അതിനെങ്ങനെ തരംതിരിക്കാം? അന്തർജന്യ ചലനങ്ങൾ, ബാഹ്യജന്യ ചലനങ്ങൾ.
ഇങ്ങനെ രണ്ടായി തരംതിരിക്കാം. അപ്പോൾ ആ ഫ്ലോ ചാർട്ടിൽ തന്നെ നോക്കിയാൽ അവിടുന്ന് മറ്റൊരു ചോദ്യങ്ങൾ കൂടി അവിടെ പ്രസക്തമായി കാണാവുന്നതാണ്. അന്തർജന്യ ചലനങ്ങൾ എന്നാൽ എന്ത്? അന്തർജന്യ ചലനങ്ങൾക്ക് കാരണമാകുന്ന ബലങ്ങൾ ഏതെല്ലാം? ആ രീതിയിൽ വീണ്ടും ചോദ്യങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഹെഡിങ് നൽകിയിട്ടുള്ളത്, ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചിത്രം 6.13 അന്തരീക്ഷത്തിലെ താപവ്യതിയാനം മൂലമുണ്ടാകുന്ന അപക്ഷയം. അപക്ഷയത്തിൻ്റെ വിവിധ തരങ്ങൾ: രാസിക അപക്ഷയം, ഭൗതിക അപക്ഷയം, ജൈവിക അപക്ഷയം. ഈ 3 അപക്ഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചോദ്യങ്ങൾ വരാവുന്നതാണ്. ഇവിടെ ചോദിച്ച ചോദ്യം ഏതാണ്? ഭൗതിക അപക്ഷയമാണ്. ദെൻ 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇവിടെ കാണാം. ഗുരുത്വാകർഷണ ബലത്തിൻ്റെ നേരിട്ടുള്ള സ്വാധീനത്തിൽ ഉണ്ടാകുന്നതാണ് ഭൂദ്രവ്യ ശോഷണം. മറ്റു ബാഹ്യജന്യ ചലനങ്ങൾ ഏതെല്ലാം? അപക്ഷയം, അപരദനം, വഹനം, നിക്ഷേപണം ആണ് മറ്റ് ബാഹ്യജന്യ ചലനങ്ങൾ. അപ്പോൾ ഈ ബാഹ്യജന്യ ചലനങ്ങൾ ഓരോന്നും ഉണ്ടാകുന്നത് എങ്ങനെ? അത് അവിടെയാണ് ആ രീതിയിൽ ഉത്തരം എഴുതേണ്ടതുണ്ട്. ദെൻ 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇവിടെ കാണാം. അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ? അഗ്നിപർവ്വതങ്ങൾ നമുക്കറിയാം, ശിലാമണ്ഡലത്തിൻ്റെ തൊട്ടു താഴെ അസ്തനോസ്ഫിയർ ഉണ്ട്. അസ്തനോസ്ഫിയറിലുള്ള ഉരുകിയ ശിലാദ്രാവകം ഭൂവൽക്കത്തിലെ ചെറിയ വിടവുകളിലൂടെ പുറത്തേക്ക് വരുമ്പോഴാണ് അത് അഗ്നിപർവ്വതം ആയിട്ട് മാറുന്നത്. ആ ചോദ്യത്തിൻ്റെ കൂടെ ഒരു ചോദ്യം കൊണ്ടല്ലോ, അഗ്നിപർവ്വതം പ്രദേശങ്ങളിൽ ജനങ്ങൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട്? അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ ജനങ്ങൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ എന്താണ്? അഗ്നിപർവ്വത സംഗതികൾ വളരെ അപകടകരമാണെങ്കിലും ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ഈ മണ്ണ്, ലാവാശില പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് ഫലപുഷ്ടമാണ്. അത് കൃഷിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതേപോലെ തന്നെ അവിടുത്തെ അഗ്നിപർവ്വതങ്ങളിൽ ഉണ്ടാകുന്ന ചാരം കൃഷിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതേപോലെ അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ ആളുകൾ ഉണ്ടാകുന്ന ഭൗമതാപോർജ്ജം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ഉത്തരം എഴുതേണ്ടത്. 7ാമത്തെ അധ്യായമാണ്. 7ാമത്തെ അധ്യായത്തിൽ നിന്ന് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 1 മാർക്കിൻ്റെ ഒരു ചോദ്യവും 4 മാർക്കിൻ്റെ ഒരു ചോദ്യവും. അപ്പോൾ ഈ 1 മാർക്കിന് വരാവുന്ന ചോദ്യങ്ങൾ ഇവിടെ കാണാം. ഒരു മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് പരിഗണിക്കുന്ന ഘടകങ്ങളിൽ പെടാത്തത് ഏതാണ് പെടാത്തത്? ആയുർദൈർഘ്യം, പ്രതിശീർഷ വരുമാനം, ശിശുമരണ നിരക്ക്, സാക്ഷരത. അവിടെ വിദ്യാഭ്യാസം, ആരോഗ്യം, വരുമാനം ഒക്കെ പരിഗണിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഏത് ഘടകമാണ് പരിഗണിക്കാത്തത്? യെസ്, ഇവിടെ എന്താണ്? ശിശുമരണ നിരക്ക് എന്ന കാര്യം ഇവിടെ പരിഗണിച്ചുകൊണ്ടല്ല. അത് അതിലെ 3 കാര്യങ്ങളിൽ പെടുന്നതല്ല. ബാക്കിയുള്ള 3ഉം പരിഗണിച്ചിട്ടാണ് ഈ മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത്. ആ രീതിയിൽ ഉത്തരങ്ങൾ കണ്ടെത്തണം. ഫ്ലോ ചാർട്ട് പേജ് നമ്പർ 171. 1944 ഗാന്ധിയൻ പ്ലാനുമായി ബന്ധപ്പെട്ട വ്യക്തിയാർ? ആ ഫ്ലോ ചാർട്ട് നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ വേറെയും പല പദ്ധതികളുണ്ട്. ദശവർഷ പദ്ധതിയുണ്ട്, അതേപോലെ തന്നെ ജനകീയ പദ്ധതിയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരുകളും ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. പേജ് നമ്പർ 175, 176. അവിടെ ഉദാരവൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും ആഗോളവൽക്കരണത്തിൻ്റെയും ഒക്കെ നിർവചനങ്ങളും പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ വരാം. അതിന് ഉദാഹരണമാണ് ഇത്. പ്രസ്താവന 1, പ്രസ്താവന 2. അപ്പോൾ ഇവിടെ കൂടുതൽ സാധ്യത 1, 2 ചോദ്യങ്ങൾ, ആ ടൈപ്പ് ചോദ്യങ്ങൾക്കാണ്, അല്ലെങ്കിൽ 3 ആ തരം ചോദ്യങ്ങൾക്കാണ്. എങ്കിലും അതിനവസരങ്ങൾ അധികം ഇല്ലാത്തതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ കൂടി പ്രതീക്ഷിക്കുകയാണ്. ദെൻ ഇവിടെ 9 ചോദ്യങ്ങൾ ആകെ കൊടുത്തിട്ടുണ്ട്. 4 മാർക്കിൻ്റെ ചോദ്യം വരാവുന്നത് സാമ്പത്തിക വികസനം അളക്കുന്നതിന് ഐക്യരാഷ്ട്ര സമിതി വികസിപ്പിച്ചെടുത്ത സൂചിക ഏത്? ഈ സൂചിക തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? സാമ്പത്തിക വികസനം, ആ വാക്ക് ശ്രദ്ധിക്കണം. വികസനം അളക്കാനുള്ള സൂചിക ഏതാണ്? മാനവ വികസന സൂചികയാണ്. മാനവ വികസന സൂചിക തയ്യാറാക്കാനുള്ള സൂചികകൾ നേരത്തെ പറഞ്ഞല്ലോ. ആയുർദൈർഘ്യം, അതുപോലെ തന്നെ പ്രതിശീർഷ വരുമാനം, അതേപോലെ അടിസ്ഥാന സാക്ഷരത തുടങ്ങിയ കാര്യങ്ങളാണ്. ദെൻ മറ്റ് ചോദ്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. 8ാമത്തെ അധ്യായം നോക്കുക. അതിൽ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ, പിന്നെ 3 മാർക്കിൻ്റെ ചോദ്യം. 1 വേർഡ് ചോദ്യം ഇവിടെ വന്നത് ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമാണ്. പട്ടിക പേജ് നമ്പർ 186 പട്ടികയെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ 4 തരം വിഭവങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. വ്യക്തിഗത വിഭവം, സാമൂഹ്യ വിഭവം, ദേശീയ വിഭവം, അന്തർദേശീയ വിഭവം. അവിടെ ഒരു ഉദാഹരണം അല്ല ടെക്സ്റ്റിലുള്ളത്, മറ്റു ഉദാഹരണങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ തന്ന ഒരു ഉദാഹരണം വെച്ചിട്ടാണ് ഈ ചോദ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെയും
ഉദാഹരണങ്ങൾ വെച്ച് ചോദ്യങ്ങൾ വരാം. അതുകൊണ്ടാണ് അവിടെ ആ പട്ടിക പൂർണ്ണമായും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറയുന്നത്. അതേപോലെ തന്നെ പേജ് നമ്പർ 190 നമ്മൾ പരീക്ഷയ്ക്ക് വന്ന മോഡൽ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ അതായിരുന്നു, അതിൽ നിന്ന് തന്നെ വേറെയും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കുക, താഴെ കാണിച്ച ജോഡികളിൽ ശരിയായവ ഏത്? അപ്പോൾ ആ രീതിയിൽ ജോഡികൾ നൽകിക്കൊണ്ട് ശരിയായ ജോഡി കണ്ടെത്താൻ വേണ്ടി ചോദിക്കാം. ദെൻ 3 മാർക്കിൻ്റെ ചോദ്യം, 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാവുന്ന ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇത് മോഡൽ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യങ്ങൾ നൽകിയിട്ടുള്ളപ്പോൾ ഹെഡിങ്ങുകളുടെ താഴെ വരുന്ന മറ്റ് ചോദ്യങ്ങൾ കൂടി ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും പഠിക്കുക. പരീക്ഷയ്ക്ക് ഈ വർഷം പരീക്ഷാ രീതികളിൽ, പരീക്ഷയുടെ ചോദ്യരീതികളിലൊക്കെ മാറ്റങ്ങൾ വന്നതുകൊണ്ട് ചില ആശങ്കകളുണ്ട്. എന്തെങ്കിലും രീതിയിൽ മോഡൽ പരീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലേക്ക് പോകുമോ എന്നുള്ളത്. എങ്കിലും തീർച്ചയായും കുറേയൊക്കെ അതിൻ്റെ രീതിയിൽ തന്നെ എന്തായാലും പരീക്ഷയ്ക്ക് വരും. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രതീക്ഷ ഈ ചോദ്യ പട്ടികയിൽ തീർച്ചയായിട്ടുണ്ട്. എങ്കിലും എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ച് നല്ല റിസൾട്ട് നേടുക. എല്ലാവർക്കും നല്ല ഒരു വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കും.